ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു സിനിമ ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇതാണ്ട് ആ പടം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന മാരകൈറ്റം. തുടക്കം തൊട്ട് അവസാനം വരെ വേറെ ലെവലായിട്ട് എൻഗേജ്ഡ് ആക്കി ഒരു ജാതി കൊണ്ടുപോക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ആക്ഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, എന്തിന് ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു ചെറിയ ഇൻറ്റീരിയർ കാണുന്ന മൊമെൻറ്റിൽ പോലും ആ ഒരു സമയത്തെ ലൈറ്റിങ്ങും ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുന്ന മൊമെൻറ്റിൽ പോലും നമുക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയെന്ന് പറയുന്നത് ജോൺ വിക്ക് യൂണിവേഴ്സിൽ എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കുന്ന എക്സാക്ട്ലി ജോൺ വിക്ക് എന്ന് പറയുന്ന ആ ഒരു വേൾഡിനോട് 100% നീതി പുലർത്തിയ, പ്രീവിയസ് ഫിലിമിനോട് 100% നീതി പുലർത്തിയ ഒരു മാരക സീക്വലും അല്ലെങ്കിൽ ഒരു മാരക സ്പിൻ ഓഫ്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പോക്കാണ് ഈ സിനിമ. നമുക്ക് ഒരുപാട് സിനിമയ്ക്കകത്തോടെ കണ്ട് പരിചയമുള്ള ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയാണ് ഈ ഒരു സിനിമയും പറയുന്നത്. ഒരു പ്രതികാര കഥ. നമ്മൾ ജോൺ വിക്ക് ഫസ്റ്റ് പാർട്ടിനകത്ത് ഒരു പ്രതികാര കഥ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. ഇവിടെയും അനാ ഡി ആർമാസിൻ്റെ ക്യാരക്ടർ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്ന കഥയെ വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ആ ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയെ ഇവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കാണണം. ഓരോ മൊമെൻറ്റിലും ഓരോ പ്ലേസിലും ഓരോ സമയത്തും ഒക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. പോരാത്തിന് അനാ ഡി ആർമാസിൻ്റെ ആ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരി ഈ ഒരു സിനിമയ്ക്ക് പറ്റിയ പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു എന്ന് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അമ്മാതിരി പെർഫോമൻസ് പുള്ളിക്കാരി കാണിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തിന് ആക്ഷൻ സീക്വൻസസിന് വേണ്ടി പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന എഫേർട്ടും ഒരു രക്ഷയില്ല. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിലെ ആക്ഷൻ സീക്വൻസസ് ആണ്. എന്ത് കിട്ടുമായിട്ട് ഇവരെടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയോ? നമ്മൾ പടത്തിൻ്റെ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ ആലോചിക്കും, ഓക്കെ നമ്മൾ ആസ് യൂഷ്വലി കണ്ടുവരുന്ന സിനിമകളിലെ പോലെ ഒരു ആക്ഷൻ മോഡിലൂടെയാണ് ഈ സിനിമയും പോകുന്നത്. പക്ഷേ പോകെ പോകെ ഇവർ ആ ഒരു ഗ്രാഫ് അങ്ങ് കൂട്ടും. അതായത് ഓരോ ഫൈറ്റ് സീക്വൻസസിനിടയിലും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരു വെപ്പണോ അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെ കൊല്ലുന്ന രീതിക്കോ ആ ഒരു എൻ്റയർ ഫൈറ്റ് നടക്കുന്ന ചുറ്റുപാടിനോ ഒക്കെ ഒരു പ്രത്യേക ഓറ കൊണ്ടുവരാൻ, ഒരു ഫീൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ജോൺ വിക്ക് ഫിലിംസിലൂടെ കണ്ടിട്ടുള്ള കുറേ ടെറൈൻസ് അല്ലെങ്കിൽ കുറേ ലൊക്കേഷൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത്, അതായത് പബ്ബിനകത്തുള്ള ഫൈറ്റ്, അതുപോലെ തന്നെ ബാറിനകത്ത് ഹോട്ടലിനകത്തൊക്കെ നടക്കുന്ന മോഡൽ ഫൈറ്റ്, അങ്ങനെ കുറേ നമ്മൾ ജോൺ വിക്കിനകത്തോടെ കണ്ടിട്ടുള്ള ഐറ്റംസും ഇവരിവിടെയും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സീക്വൻസസിനൊക്കെ ഒരു യുണീക്ക് ഫീലിംഗ് കൊണ്ടുവരാനും, അതുപോലെ തന്നെ അനാ ഡി ആർമാസ് ആ ഒരു സമയത്തൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴത്തേനും നമുക്ക് 100% കൺവിൻസിങ് ആയിട്ട് തോന്നും ഇതൊരു ജോൺ വിക്ക് ഫിലിമാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിക്ക് ഇവരിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയുടെ ഒരു വലിയ ഫാനാണ്, നിങ്ങൾ ആക്ഷൻ സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആക്ഷൻ സിനിമകളൊക്കെ തേടിപ്പിടിച്ച് കാണുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഗൈസ്. നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആ ലെവലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് സിനിമ കണ്ടുപോയ ഒരു മൊമെൻറ്റിൽ പോലും, അതായത് സിനിമ തുടങ്ങി അങ്ങ് തീരുന്ന ഒരു മൊമെൻറ്റിൽ പോലും വേറെ അങ്ങോട്ട് നോക്കാനോ, ഈവൻ സാധാരണ സിനിമ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോൺ കയ്യിലെടുത്ത് ടൈറ്റിൽ വരുന്ന സമയത്ത് ടൈറ്റിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടുപോയ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടാണ് പോയത്. നെക്സ്റ്റ് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിലറിനകത്തൂടെയൊക്കെ കണ്ട പോലെ നമ്മുടെ ജോൺ വിക്കിൻ്റെ ക്യാരക്ടറും ഈ ഒരു സിനിമയ്ക്കകത്തൊരു എക്സ്റ്റെൻഡഡ് കമിയോയിൽ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ വരുന്ന മൊമെൻറ്റിലൊക്കെ കിട്ടുന്ന ഓറ, ഓൾറെഡി അനാ ഡി ആർമാസ് അഭിനയിച്ച് പുള്ളിക്കാരിക്ക് ഒരു മാരക ഓറ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒന്നും അല്ല, ഇപ്പോൾ ഒരു സാധനം ഇങ്ങ് വരുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ എങ്ങോട്ട് കയറി വരും. ആ സമയത്ത് പുള്ളിയുടെ ഓറയുണ്ട്. എൻ്റെ മോനെ എന്ത് ലെവലിലാണെന്നറിയോ ഈ എക്സ്റ്റെൻഡഡ് കമിയോ സീക്വൻസസും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബല്ലറീന മൂവിയും ബാക്കിയുള്ള ജോൺ വിക്ക് മൂവീസും ഒക്കെ ആയിട്ട് ഇവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൊമെൻറ്റ്സ്, ഓരോരോ സീക്വൻസസ്, അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഈ ഒരു ക്യാരക്ടറിനെ, ജോൺ വിക്കിൻ്റെ ക്യാരക്ടറിനെ ഇവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഓരോരോ പോയിന്റ്സ് ഭയങ്കര കിടുവായിരുന്നു, ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ജോൺ വിക്ക് യൂണിവേഴ്സിന് ചേർന്ന ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് ഇനി ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരുപാട് സിനിമകൾ വരട്ടെ എന്ന് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കത്തക്ക രീതിക്കുള്ള ഒരു കിടുക്കം പടം. സ്റ്റണ്ട് കൊറിയോഗ്രഫി, സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ടെറൈൻസിലും വരുന്ന അല്ലെങ്കിൽ ഓരോ ഫൈറ്റ് സീക്വൻസസിനിടയിലും വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഇപ്പോൾ പബ്ബിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീക്വൻസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ജോൺ വിക്കിനകത്തെ പബ്ബ് ഫൈറ്റ്സിനിടയിൽ കണ്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ടല്ലോ, ആ സെയിം മോഡലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ, അതായത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഭയങ്കര യുണീക്കാണ്. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസസിനിടെ യൂസ് ചെയ്തിരിക്കുന്ന കില്ലിംഗ് മെത്തേഡ്സ്, വെപ്പൺസ്, ക്ലൈമാക്സിലെ ഒരു വെപ്പൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ പണ്ട് മിനിമിലിറ്റിക്കകത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു വെപ്പൺ ഉണ്ട്. ആ സാധനമൊക്കെ ഇവന്മാർ ക്ലൈമാക്സിലോട്ട് കൊണ്ടുവരും. എന്ത് ലെവലിൽ എടുത്ത് വെച്ചേക്കുന്നതെന്നറിയാം. അതായത്
നമുക്ക് ഫ്രഷ്നെസ് തോന്നും. ഒരു ഫൈറ്റ് സീക്വൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തോന്നും. ഈ ആളുകളെ കൊല്ലുന്ന മെത്തേഡിലും ഒരുപാട് ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. റീസെൻ്റ്ലി കണ്ട ഒരു ഗംഭീര പടം, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ബല്ലറീന എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്നതാണെങ്കിൽ കൂടെ ഈ ഒരു ജോൺ വിക്ക് ഡയറക്റ്റ് ചെയ്തൊരു പുള്ളിയല്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, രണ്ടുപേരുടെയും ഫിലിമോഗ്രഫി തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഞാൻ കരുതിയത് ജോൺ വിക്ക് പോലെ അത്ര ഗംഭീരമായിട്ടുള്ളൊരു സിനിമ ആയിരിക്കത്തില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ജോൺ വിക്ക് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ ഒരു ബല്ലറീന ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒറ്റ ആളാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് രണ്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന 2 പേരാണ്. പക്ഷേ ഒരാൾ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മോഡലാണ് ഇവർ ഈ ഒരു സിനിമ വെച്ചിരിക്കുന്നത്. അതായത് ഒരു മൈന്യൂട്ടായിട്ടുള്ള മൊമെൻറ്റിൽ പോലും ഇത് 2 പേരാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഭയങ്കര ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തുടക്കം തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ഇത് ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു കണക്ഷൻ കിട്ടും. അപ്പം ഈ സിനിമയോടുള്ള ഒരു കണക്ഷൻ തോന്നാൻ ഒരുപാട് ടൈമൊന്നും പിടിക്കത്തില്ല. അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ജാതി ഐറ്റം മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അനാ ഡി അർമാസ് പൊളിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരുപാട് ഇതുപോലത്തെ ആക്ഷൻ മൂവീസ് കിട്ടട്ടെ എന്നാണ് ആഗ്രഹം. കാരണം പുള്ളിക്കാരിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് ഈ ഒരു സിനിമയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ പ്ലാൻ ചെയ്തേക്കുവാണ് എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇപ്പം തന്നെ വിട്ടോ, കാശ് വസൂലായിരിക്കും.